ഐറ്റംസ് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിക്കനോ ബീഫോ ഒന്നും വേണ്ട കേട്ടോ. നമ്മൾ നോമ്പിന് കട്ട്ലേറ്റ് സമൂസ അപ്പൊ ഒക്കെ അവിടെ ഉണ്ടാക്കി മടുത്തിട്ടുണ്ടാവൂലേ. അപ്പൊ ഈ ഒരു മടുക്കാത്ത സാധനം ഉണ്ടാക്കിയെടുക്കാം നമുക്കിന്ന്. അതിനായിട്ട് നമുക്ക് എന്താ പറയാ, നമ്മളെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റുമാണ് ഈ ഒരു ഐറ്റം. ചിലപ്പോൾ നിങ്ങൾ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പൊ അത് നമുക്ക് എന്താണെന്ന് എങ്ങനെയെന്നൊക്കെ ഇത് കണ്ടു നോക്കാം. അതിക്ക് എന്തൊക്കെ വേണ്ടതൊക്കെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്തി. അപ്പൊ മക്കളെ, ആദ്യം തന്നെ ഞാൻ മൈദപ്പൊടി എടുത്തിട്ടുള്ളത്. അതിന് 2 സ്പൂണ്, ഈ സ്പൂണ് 2 സ്പൂണ് മൈദപ്പൊടി നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതേ അളവ് തന്നെയാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. അപ്പൊ അരിപ്പൊടിയും പിന്നെ ആ അളവ് തന്നെ കടലമാവ് അത് എടുത്തിട്ടുണ്ട്, കടലപ്പൊടി. ഇനി നമ്മൾ വേണ്ടത് എന്താണെങ്കിൽ കാണിച്ചു തരാം. അപ്പൊ നമ്മളിതാ ഒരു വലിയ സവാള എടുത്തിട്ട് ഇതുപോലെ ഇങ്ങോട്ട് നൈസാക്കിയിട്ടുണ്ട്, അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ക്യാരറ്റും എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും. അപ്പോൾ പച്ചമുളക് ഇതുപോലെ നല്ലോണം വട്ടത്തിലുണ്ട് അരിഞ്ഞ് കണ്ട് എടുത്തിരിക്കുകയാണ്. നല്ല എരിയുള്ള മുളക് കേട്ടോ. ഈ ഒരു സംഭവത്തിന് കുറച്ച് എരി വേണം. പിന്നെ പൊടികൾ ഐറ്റംസ് ഞാനിത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മാവ് റെഡിയാക്കി വെക്കുമല്ലോ, അപ്പോൾ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം കണ്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാളയും ഈ ക്യാരറ്റും മല്ലിയിലും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഈ ഒരു പാത്രത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തിട്ട് ഒരു കോഴിമുട്ട അതുപോലെ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിക്ക് പാകത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം നമുക്കൊന്ന് കുഴച്ചെടുക്കണം. നല്ലോണം ഇങ്ങോട്ട് കുഴച്ചിട്ട് ഇങ്ങോട്ട് ഈ ഉള്ളിയും ക്യാരറ്റും മല്ലിയിലും എല്ലാം കൂടി നല്ലോണം ഇങ്ങോട്ട് കുഴക്കാം കേട്ടോ. അപ്പം അതവിടെ കുഴച്ചിട്ടുണ്ട്. നല്ലോണം കുഴച്ചതിന് ശേഷം അരിപ്പൊടിയില്ല, മൈദപ്പൊടി, അരിപ്പൊടിയും കടലമാവ് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്, അരിപ്പൊടി, കടലമാവ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം, കുരുമുളകും പൊടി ഇട്ട് കൊടുക്കണം. അപ്പം ഗരം മസാല പൊടി എന്നിട്ട് നല്ലോണം ഒന്ന് അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഒരു കുറച്ച് വെള്ളം കൂടിപ്പോൾ വരുത് കേട്ടോ. വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് അപ്പോൾ കൈ കൊണ്ട് നല്ലോണം കുഴച്ചിട്ട് ഈ പൊടികളും ഉള്ളി എല്ലാതും കൂടി കുഴച്ചിട്ട് എന്നിട്ട് നമ്മൾ വെള്ളം ലൂസാക്കാത്ത പരിപാടിയുണ്ട്. അപ്പം കുഴച്ച് കണ്ടത് ഈ ഒരു പരുവത്തിൽ ഇങ്ങോട്ട് ആക്കിയെടുത്തിട്ടുണ്ട്. ഈ സമയം ഉണ്ടെങ്കിൽ മാത്രം ഒരു അരമണിക്കൂർ വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഇത് ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിതിവിടെ 10-20 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്, എന്നിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെ മാവക്കത് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഉരുള എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കുക, അതേപോലെ ഇതേപോലെ ഉണ്ടാക്കുക, ഇങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ ഞാനിത് ഈ ഒരു ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം ഇവിടെ ഞാൻ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചു പോരാം. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം നമുക്ക് തീ കുറച്ച് വെക്കണം. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തീ നല്ലോണം കുറച്ച് ഒരു മീഡിയത്തിൽ അങ്ങോട്ട് ഇട്ട് വെച്ചോളൂ, അല്ലെങ്കിൽ എന്താ പറയുക, ഉള്ളി വേവൂല. അപ്പോൾ നമ്മളെ സ്നാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടോ.
നല്ല സാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയാണ്. നമുക്ക് ബാക്കി കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതും കൂടി അങ്ങോട്ട് കോരി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാതും ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോമ്പിന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. കട്ട്ലേറ്റിൻ്റെ വിധത്തിലോ അതേപോലെ പൊക്കവടൻ്റെ അതേപോലെയൊക്കെ ഷേപ്പൊക്കെ നമ്മൾ ഇഷ്ടമാണ് കേട്ടോ. ടേസ്റ്റ് ഒരേപോലെ തന്നെ, കാരണം ഏത് വിധത്തിൽ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം.